ഇത് ഇരിങ്ങോൾ കാവ്. ഇതിന്റെ വടക്കേ നടയുടെ ഭാഗത്തുള്ള ഒരു ഫോട്ടോ ആണിത്. ഇത് തെക്കേ നടയാണ്. നമ്മൾ ഫോർ വീലറിലൊക്കെ വരികയാണെങ്കിൽ പാർക്ക് ചെയ്യാൻ സൗകര്യം ഇതിന്റെ പുറത്തുള്ള റോട്ടിലാണ്. ഇത് തെക്കേ നടയോട് കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാനനപാതയാണ്. നമുക്ക് കാട്ടിലെ സൗന്ദര്യവും മരങ്ങളും ഒക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റിയ ഒരു പാത. എന്നാൽ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന ആ നടപ്പാതം സ്റ്റെപ്പുകളൊക്കെയുള്ള സ്ഥലം കാണണമെങ്കിൽ വടക്കേ നടയുടെ ഭാഗത്തെ കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ തെക്കേ നടയുടെ ഉള്ളിൽ കൂടെ കയറി ചെരുപ്പൊക്കെ ഊരി വെച്ച് നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് വടക്കേ നടയുടെ ഭാഗം. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, അമ്പലങ്ങളും അമ്പലങ്ങളല്ലാണ്ടും. എന്നാൽ ഇവിടെ വരുന്ന ഒരു ആത്മീയത, ഒരു എനർജി എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഈ കാനന നടുവിലെ വനത്തിനുള്ളത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പുറപ്പെട്ടത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഇത്തിരി നേരത്തെ പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് അമ്പലം ദർശിക്കാൻ പറ്റും. കാരണം ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എത്തിയപ്പോഴേക്കും ഉച്ചയായി. നട അടച്ചു. നട രാവിലെ 5 മണി തൊട്ട് 11 മണി വരെയും വൈകിട്ട് 5 മണി തൊട്ട് ആണ് നട തുറക്കുന്നത്. എന്നാൽ എല്ലാ സമയത്തും ഇതിന്റെ ഗേറ്റ് ഓപ്പൺ ആയിരിക്കും. കാരണം ഒരുപാട് സ്ഥലങ്ങൾ ആളുകൾ വന്നത് സന്ദർശിക്കുന്നതിനാൽ. ഇവിടെ ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല. ഇവിടെ കുറെ കേസുകളൊക്കെ നടക്കുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട്. എന്നിരുന്നാലും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തത്. എന്നാലും ഞാൻ കുറെ വീഡിയോകൾ കാണുന്നുണ്ട്. അവരൊക്കെ എങ്ങനെ എടുത്തു എന്നറിയില്ല. എന്നാലും ഈ സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകൾ പകർത്തിയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം വരില്ല. അപ്പോൾ ഈ കാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ കാവിലെ പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. ഇവിടെ ദേവി ശക്തി രൂപത്തിലാണ് കാണുന്നത്. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും രാത്രിയിൽ ഭദ്രകാളി രൂപത്തിലും കാണപ്പെടുന്നു എന്നതാണ് ഐതിഹ്യം. ഇവിടുത്തെ ഭഗവതി കന്യകയാണ്. ഒരുപാട് ചിട്ടകളൊക്കെ ഉണ്ട് ഇവിടുത്തെ ദേവിക്ക്. ഇവിടെ വിവാഹങ്ങളില്ല, ഉത്സവത്തിന് കൊമ്പനാനയില്ല, സുഗന്ധ ശില്പങ്ങളില്ല. ചെത്തി തുളസിയൊക്കെ കൊണ്ടാണ് പൂമാല, പൂജ ഒക്കെ നടത്തുന്നത്. പിന്നെ മുല്ലപ്പൂ വെച്ചിട്ട് ആരും ഇവിടെ കയറാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് അറിയാണ്ട് കയറുകയാണെങ്കിൽ നാട്ടുകാർ പറയാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ കാട് വളരെയധികം ഒരു പ്രത്യേകത നിറഞ്ഞൊരു കാടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ വിഷജന്തുക്കളോ പാമ്പുകളോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല പോകുന്ന വഴിക്ക്. ഇവിടുത്തെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വളരെ സുരക്ഷിതമായിട്ട് ഒരു കാട് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ആത്മീയതയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ കാടിൻ്റെ ഉള്ളിൽ ചീവീടിൻ്റെ ഒരു സംഘഗാനവും കൂമനും സർപ്പങ്ങളെ പോലെ എഴഞ്ഞു കിടക്കുന്ന മരങ്ങളും വള്ളികളൊക്കെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. നല്ല വെയിലുണ്ടായിട്ടും അത് ഏൽക്കാത്തൊരു കാനനം. ഒരു AC റൂമിലെ പോലെ കാറ്റും അന്തരീക്ഷവും. പിന്നെ കാവിനുള്ളിലെ ഈ മരങ്ങള് ദേവിയുടെ ഒരു ഉപദേവതകളായിട്ടാണ് കാണപ്പെടുന്നത്. ദൈവാംശം ഉള്ളതായിട്ട് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ. അതിനാൽ ഇവിടെയുള്ള മരങ്ങളൊന്നും മുറിക്കാറില്ല. പിന്നെ വിവിധയിനം സസ്യങ്ങളും ഔഷധച്ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ കാവിൻ്റെ ഒരു ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഈ കാവിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേക ഒരു ആത്മീയ എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്കൊരു പ്രത്യേക തരം അനുഭവമാണ് ഇത് കഴിഞ്ഞ